അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ലെമൺ വരുന്നത് കേട്ടോ. പേര് റെഡ് ലെമൺ എന്നാണെങ്കിൽ ഒരു ഓറഞ്ചിഷ് റെഡ് കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും അതെ കേട്ടോ, ഇതേപോലെ തന്നെ ഒരു റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലഷ് വരുന്നത്. നമ്മുടെ സാധാരണ നാരങ്ങയുടെ അതേ ഫ്ലേവർ തന്നെയാണ് വരുന്നത്, അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. നമുക്ക് വെള്ളം പിഴിയാൻ അതുപോലെ തന്നെ അച്ചാറുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വലുപ്പം കുറച്ച് കൂടുതലുണ്ട്, കണ്ടില്ലേ ഈ രീതിയിൽ. ഹലോ നമസ്കാരം, ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് റെഡ് ലെമൺ ആണ് കേട്ടോ. അപ്പോൾ റെഡ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ലെമണിൻ്റെ ഉള്ളിലും ചുവപ്പാണ്, പുറത്തും ചുവപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മദർ പ്ലാന്റ് ഒരു ഡ്രമ്മിൽ നട്ടിട്ടുള്ള പ്ലാന്റിൽ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൈകൾ ഇപ്പോൾ വന്നിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ റെഡ് ലെമൻ്റെ നമ്മുടെ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് transfield.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ലെമൺ വരുന്നത് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം വലുപ്പം കൂടുതലുണ്ട്, നാരങ്ങേനെ അപേക്ഷിച്ച് വലുപ്പം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും റെഡ് എന്ന് പറഞ്ഞാലും ഒരു ഓറഞ്ച് ഷെഡാണ് ഇത് വരുന്നത്. ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് വരുന്നത്. അതിൻ്റെ ഉൾഭാഗത്തും അതെ കേട്ടോ, നേരത്തെ കണ്ടുല്ലോ ഉൾഭാഗം ഫ്ലഷും അതുപോലെ ഒരു റെഡ് കളറിലാണ് വരുന്നത്. നമ്മുടെ റേറ്റ് വരുന്നത് 230 പോസ്റ്റിൻ്റെ ചാർജുമാണ്. പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത്, അടുത്തുള്ള പോസ്റ്റ് ഹൗസിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് അയച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ ചെയ്യേണ്ട കുറച്ച് ജനറൽ കെയർ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞേക്കാം. റിപ്പോർട്ട് ചെയ്യരുത്, റീപ്ലാന്റ് ചെയ്യരുത്, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഒന്നും ഉടനെ കൊടുക്കരുത്. അവിടെ എത്തിയതും നമ്മൾ ആദ്യം തന്നെ ഈ ബോക്സൊക്കെ പൊട്ട് ചെയ്യേണ്ട ഈ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏതെങ്കിലും വലിയൊരു മരത്തിൻ്റെ ഷെയ്ഡിലായിട്ട് കൊണ്ടുവയ്ക്കുക. ഒരാഴ്ച കൊണ്ട് കുറച്ച് വെയിലത്തേക്ക് നീക്കി ഒരാഴ്ച കൊണ്ട് നമുക്ക് ഫുൾ സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പ്രോപ്പറായിട്ട് സൂര്യപ്രകാശം വേണം, നല്ലപോലെ വെളിച്ചം വേണം, നല്ലപോലെ സൂര്യപ്രകാശം വേണം. അത് റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു പുതിയൊരു സ്റ്റെപ്പ് തളിരില കയറി വന്നതിന് ശേഷം മാത്രം റീപ്ലാന്റ് ചെയ്യുക. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കൊരു ഫസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് ഒരു കൈപ്പിടി ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂട്ടിയിട്ടുള്ള മിക്സ് ആദ്യത്തെ ഫെർട്ടിലൈസർ എന്നുള്ള ഫസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ 1 ഇഞ്ച് തിക്നെസ്സിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂട്ടിയിട്ടുള്ള മിക്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ 1 ഇഞ്ച് തിക്നെസ്സിലുള്ള ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂണ് മൈക്രോ ന്യൂട്രിയൻസ് കൂടിയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങാനായിട്ട് കിട്ടും. അതൊരു സ്പൂൺ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫാറ്റം ഫോസിൻ്റെ 20 വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി ഒരു 10 to 12 മണികൾ അതിൻ്റെ ചുറ്റോറിയിട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും നമുക്കൊരു 40 ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 3 മാസത്തിന് ശേഷം നമുക്ക് ഇതിൽ പൊട്ടാഷ്യം കൂടിയിട്ട് കൊടുത്തു തുടങ്ങാം. പൊട്ടാസ്യം സപ്ലിമെൻറ്റും കൂടിയിട്ട് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഫാറ്റം ഫോസ് 20 കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സ്പൂണ് പൊട്ടാഷ്യം കൂടി കൊടുക്കാവുന്നതാണ്. പൊട്ടാഷ്യം അത്യാവശ്യമാണ്, പ്രോപ്പറായിട്ട് കായ്പിടുത്തന്നെ പൊട്ടാഷ്യം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു 6 മാസത്തിന് ശേഷം നമുക്ക് DAP അതുപോലെ തന്നെ മുട്ടയുടെ തോടും കൂടിയിട്ട് ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊരു 3 മാസം കൂടുമ്പോൾ DAP കൊടുത്താൽ മതി. മുട്ടയുടെ തോട് നമുക്ക് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കടക്കിൽ. അതുപോലെ തന്നെ നമുക്ക് എപ്സം സോൾട്ട്, ഒരു സ്പൂണ് എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇലകളിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് 2 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തൈകളൊക്കെ ഉണ്ടല്ലോ, റെഡ് ലെമണിൻ്റെ തൈകൾ ഉണ്ടല്ലോ, ഈ കാണുന്ന രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ സൈറ്റ് transfield.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 2 ഗ്രൂപ്പുകളുടെ കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇതുപോലത്തെ പുതിയ ചെടികൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്ലാന്റുകളുടെ വിശേഷങ്ങൾ മാത്രമാണ് ആ ഗ്രൂപ്പുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.